ഞങ്ങളുടെ രാജപുരം കായലിൻ്റെ ഒരു കൃഷിക്കാരനുണ്ടായ ഒരു ദുരവസ്ഥ ആണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. ഞങ്ങൾ ഏറ്റവും കൂടുതൽ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇത് കണ്ടോ, സെപ്റ്റംബർ 30 കണ്ടത്തിലിറങ്ങുന്ന ബോള വരാനായിട്ട് ഇറങ്ങിയതാണ്. ഇറങ്ങിയ കൂട്ടത്തിൽ അവിടെ നിന്ന് ഒരു കുപ്പിച്ചില്ലെൻ്റെ കാലെ കൊണ്ട് അവിടുന്ന് ഒരു തരത്തിലാണ്, എൻ്റെ കൂടെ വേറെ ആരും ഇല്ലായിരുന്നു, ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. അവിടുന്ന് ഒരു തരത്തിൽ ഞാൻ ചേർന്നത് ചവിട്ടി വീട്ടിൽ വന്ന് നേരെ ആയുധത്തിൽ പോകുമായിരുന്നു. ഇന്നിപ്പം 40 ദിവസത്തോടടുത്തായി പെരയ്ക്കകത്ത് തന്നെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഇതിനടുത്ത് ഇവിടെ അവർ ആശുപത്രിയിൽ പോയി ഡ്രസ്സ് ചെയ്യിക്കും, ഒരുപാട് ഇഞ്ചക്ഷനും മരുന്നൊക്കെ കഴിച്ച്, പിന്നെ ഈ ഷുഗറൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ നിൽക്കുന്നു. ഈ ഒരാഴ്ച 3-4 ദിവസമേ ആയുള്ളൂ കാലൊന്ന് നിലത്തൂത്തി നടക്കാൻ തുടങ്ങിയിട്ട്. അത് മുഴുവൻ കുത്തുന്നില്ല, കാലൊന്ന് നടന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ കാല് നീരങ്ങുള്ളൂ. ഈ 65 വയസ്സുള്ള ഈ മനുഷ്യന് ഇതൊക്കെ ഒരു കൃഷി എന്ന് പറഞ്ഞാൽ ഒരു ജീവിതമാർഗ്ഗമാണ്. അപ്പോൾ ക്രിട്ടിക്കലായിട്ടുള്ള സമയത്ത് ഇങ്ങനെയുള്ള അപകടങ്ങൾ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ആ ഒരു വർഷം അങ്ങ് പോവുക. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ ഈ വരുന്ന, ഇപ്പോൾ നമുക്കിവിടെ റോഡ് വന്നു, റോഡിലേക്ക് വരുന്ന സ്ഥലങ്ങളിൽ മുഴുവൻ ബിയറിൻ്റെ കുപ്പികൾ മൊത്തം വാരി അങ്ങ് കുടിച്ചിട്ട് കണ്ടത്തിലോട്ട് വലിച്ചെറിഞ്ഞേക്കുക. ഇത് ട്രാക്ടർ അടിക്കുമ്പോൾ പൊട്ടുക. കൃഷിക്കാരൻ്റെ, ഇതിപ്പോൾ ഏത് തൊഴിലാളിയാണേലും ഏത് മുതലാളിയാണെങ്കിലും ആരാണെങ്കിലും എല്ലാവരുടെയും കാലേലും കയ്യേലും കൊള്ളുക. ഇതിന് എന്താ ചെയ്യേണ്ടത്? ഇപ്പം എന്ത് ചെയ്യും ഇനിയിപ്പോൾ? ഈ ഒരു വർഷം എൻ്റെ പോയി, പിന്നെ ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം കാണണം. നാളെ ഒരിക്കലും ഇങ്ങനെ ആർക്കും ഉണ്ടാകാതിരിക്കും. അതെ. ഇപ്പോൾ ഗവൺമെൻറ് തന്നെയാണേലും എന്തെങ്കിലും സഹായം ചെയ്യണം. ഇപ്പം ഈ മദ്യക്കുപ്പികൾ, പ്ലാസ്റ്റിക് കുപ്പി തിരിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്ക് അത് പൈസ തിരിച്ചു കൊടുക്കും. അപ്പോൾ ഈ ബിയർ മേടിക്കുന്ന കുട്ടികൾ എങ്കിലും ഒന്ന് ചിന്തിക്കണം. കാരണം ഓരോ മനുഷ്യനും അവൻ്റെ ഒരു കുടുംബം പോറ്റാൻ വേണ്ടിയാണ് കൃഷിക്കിറങ്ങുന്നത്. നിങ്ങൾക്ക് കുപ്പി കുടിച്ചിട്ട് ദൂരോട്ട് വലിച്ചെറിഞ്ഞാൽ മതി. അതിൻ്റെ തിക്താനുഭവം നിങ്ങൾ അനുഭവിക്കുന്നത് ഇതുപോണക്കുള്ള കൃഷിക്കാരാണ്. ഇത് ഞങ്ങളുടെ വിതയ്ക്കാനായ ഫീൽഡാണ്. ഇത് കണ്ടോ, ഞങ്ങളിപ്പം അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരവസ്ഥയും ഏറ്റവും ഒരു അനുഭവമാണ്. ഇത് കണ്ടോ, ഞങ്ങളിപ്പോൾ ഇത് പെറുക്കാൻ പോവുക. ഇത് ഓരോ പ്രാവശ്യം കൃഷിക്കിറങ്ങുന്ന ഓരോ തൊഴിലാളികളുടെ കാല് ഉണ്ടോ. ഇതിനിപ്പം പെറുക്കിയെടുത്ത് വീട്ടിലെവിടെയെങ്കിലും കൊണ്ടുപോയി ഇത് വന്ന് കുടിച്ചിട്ട് വലിച്ച് കണ്ടത്തിലോട്ട് എറിഞ്ഞത്. ഉണ്ടോ, ഇത് പൊട്ടിക്കിടക്കുക ഉണ്ടോ. ഇതൊക്കെ ആരുടെയും കാലൽ. ഈ കാലലൊന്നും നമുക്ക് ബൂട്ടോ ഒന്നും ഉപയോഗിക്കാനൊക്കത്തില്ല. കുടിക്കാൻ കൊണ്ടുവെക്കുന്ന ഗ്ലാസ്, ബിയർ കുപ്പി, ഇതാണ് ഞങ്ങളുടെ ഒരു പാവപ്പെട്ട കൃഷിക്കാരൻ്റെ ഈ ഒരു വർഷം നശിപ്പിച്ചത്. 10-30,000 രൂപ ഹോസ്പിറ്റലുമായി. ഇതൊന്നും കാണാനും ആരുമില്ല. ദൈവത്തെ ഓർത്ത് ഗവൺമെൻറ്റിനോടൊരു അപേക്ഷയാണ്, നിങ്ങൾ ഈ ബിയർ കൊടുക്കുന്ന വല്ല ടിൻ കുപ്പിക്കകത്താക്കി കൊടുക്കാമെങ്കിൽ. അതുകൊണ്ട് ഇവിടെ ഉണ്ട്, ഈ സൈഡിലേക്ക് കിടക്കുന്നതാണ്. പൊട്ടിക്കിടക്കുക. അതെ, ഇവിടെങ്ങാനും ഈ കാട്ടിലൂടെ നമ്മളൊന്ന് ഇറങ്ങിപ്പോയാലുണ്ടല്ലോ, ചെരുപ്പിടാവൊന്നും ഇറങ്ങാൻ പറ്റുകയില്ല. ഇനിയുണ്ട് ഉണ്ടോ, ഇരുന്ന് കുടിച്ചിട്ട് ഇതുണ്ടോ കിടക്കുന്നതാണ്. വിനോദം ആസ്വദിക്കുന്നത് കൊള്ളാം, പക്ഷെ ഇങ്ങനെ കൃഷിക്കാരനെ ദ്രോഹിക്കുന്ന രീതിയിൽ. ചേട്ടാ ആ ചാക്കിങ് എടുത്തേട്ടാ. ആ തല്ലിപ്പൊട്ടിച്ച് ആ ശശിചേട്ടൻ്റെ കാല് ഞാൻ ഇന്നിപ്പോൾ പോയി കണ്ടിട്ട് വരിക. 1 മാസമായി വീട്ടിലിരിക്കാൻ തുടങ്ങി. അതുകൊണ്ട് തല്ലിപ്പൊട്ടിച്ചിട്ട് ഇതേ ഇതൊക്കെ കണ്ടോ.
ഭീകരമാണ്, ഭയാനകമായിട്ടായി കാര്യങ്ങൾ പോകുന്നത്. വീണ്ടും ഇവിടെയും കിടക്കുക. ഇതിനൊന്നും ഒരു നിയന്ത്രണം ഉണ്ടാക്കിത്തരാൻ ആരെങ്കിലും ഞങ്ങളെ ഒന്ന് സഹായിക്കണേ. ഒരു വർഷത്തെ ജീവിതമാർഗമാണ്. പ്രകൃതി രമണീയത കാണാനും ആഗ്രഹിക്കാനും വരുന്നത് കൊള്ളാം, പക്ഷെ ഇങ്ങനെ ഒരു ജനതയെ, ഞങ്ങളുടെ നാട്ടുകാരെ ഇങ്ങനെ ദ്രോഹിച്ചിട്ടാകരുത്. എന്താ ഗ്ലാസ് രണ്ടാമത്തെ ഗ്ലാസ്സാണ്, കുപ്പി. ഇതൊക്കെ വല്ല വിലക്കെടുക്കാൻ വല്ലവരും കൊണ്ടായിരുന്നു പെറുക്കി കൊടുത്ത 10 രൂപ കിട്ടിയാൽ. അടുത്ത ഗ്ലാസ്. ഇതൊക്കെ ആരെങ്കിലും വന്ന് ചവിട്ടി കഴിഞ്ഞാൽ അവൻ്റെ കാല് മിച്ചം കാണും. അടുത്തത് രാജപുരം കായലിലെ ഒരു കൃഷിക്കാരനാണ് ഞാൻ. 69 മുതൽ ഇവിടെ കൃഷിയെടുക്കുന്ന ആളാണ്. 69 മുതൽ കൃഷിയെടുക്കുന്ന ആളാണ്. സ്വന്തമായിട്ട് പണിയെടുക്കുന്ന ആളാണ്. എൻ്റെ കാലിൻ്റെ അവസ്ഥ ഇതാണ്. കുപ്പിച്ചില്ല് കയറി ഒരു മാസമായിട്ട് ചികിത്സയിൽ ഇങ്ങനെ കഴിയുകയാണ്. ഞങ്ങളെപ്പോലെ തന്നെ ഒരു യുവ കർഷകനാണ് എൻ്റെ കൂട്ടുകാരൻ. ഞങ്ങളുടെയൊക്കെ അവസ്ഥ ഇതാണ്. എൻ്റെയും കണ്ടത്തിൽ കൂടെ ഇന്ന് പെറുക്കിയ ഏകദേശം അവിടുന്ന് പെറുക്കിയ വീറൂപ്പിയ അതെല്ലാം പൊട്ടിച്ചിട്ടിരിക്കും. മനുഷ്യൻ കൊണ്ടൊന്നും വേണം ഞങ്ങളുടെ ഈ ഒരു വീട് നടക്കാൻ. ഈ കൃഷിക്ക് പോയി ഇതിന് മാത്രം മുറിഞ്ഞെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അനുഭവിക്കുന്ന വേദന. ഒരാൾ ഇരുന്നായിരുന്നു, പുള്ളിക്ക് ബാത്റൂമിൽ പോലും പോകാൻ മേലാത്തൊരവസ്ഥയായിരുന്നു ഞങ്ങൾ അനുഭവിച്ചത്. ഈ 38 ദിവസമായി ഞങ്ങൾ അനുഭവിക്കുന്ന അനുഭവം ഈ കൃഷിക്കാർ, ഈ ചെയ്യുന്നവർക്കും എല്ലാവർക്കും അറിയാമോ. ഈ വല്ല പ്ലാസ്റ്റിക് പാത്രം കുപ്പിയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഈ കുപ്പിപ്പാത്രം കൊടുത്ത് ഈ കാല് മുഴുവൻ മുറിഞ്ഞ് ഇനിയെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നിർത്തി ഗവൺമെൻറ് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണമെന്ന് ഞങ്ങൾ താഴ്മയായിട്ട് അപേക്ഷിക്കുന്നു.